എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ളൊരു ഗോതമ്പ് പുട്ടിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് കുഴച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇങ്ങനെ മിക്സിയിലേക്ക് 2 ഗ്ലാസ് മാവ് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ഗ്ലാസ് മാവിന് അര ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കാവൂ. കൂടുതലായാലും കുഴഞ്ഞു പോവും, കുറച്ചായാലും ശരിയാവില്ല. അപ്പോൾ ഈ ഒരളവിൽ മാത്രമേ വെള്ളം ചേർക്കാവൂ. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ നനവ് പറ്റുമോ എന്ന് അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ഒന്നും കൂടി കറക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. ഇപ്പം പാകത്തിനായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഗോതമ്പ് മാവ് ഇതുപോലെ നനച്ചെടുക്കാവുന്നതാണ്. കൈ കൊണ്ട് കുഴച്ച് അത് കട്ട പിടിച്ച് അത് ഒരു ബുദ്ധിമുട്ടില്ല. പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് ഒന്നും കൂടി കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് മാവും കൂടി ഇതേപോലെ ചെയ്യാണ്. ഇതിപ്പോൾ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. 2 ഏത്തപ്പഴത്തിന് ഈ 2 ഗ്ലാസ് മാവ് തന്നെ മതിയാകും. 2 കുറ്റി പുട്ടുണ്ടാക്കാൻ ഇത് ധാരാളമാണ്. പക്ഷെ ഞാൻ കാണിക്കാൻ വേണ്ടി 1 ഗ്ലാസ് മാവും കൂടി മിക്സിയിലേക്ക് ഇടുകയാണ്. ഇനി കുറച്ച് ഉപ്പിടുക. ഒരു 1/4 ഗ്ലാസ്, 2 ഗ്ലാസ് മാവിട്ടപ്പോൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതിപ്പോൾ 1 ഗ്ലാസ് മാവിട്ടപ്പോൾ 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് മാവിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് നനഞ്ഞ് കിട്ടും. കൂടുതലാകുമ്പോഴാണ് കുറച്ചൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. പഴം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിയുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഇനിയും കുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ടേ പഴം ഇടാവൂ. 2-3 സ്പൂണ് പഴം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി മാവിട്ട് കൊടുക്കുക. ഒരു 4 സ്പൂണ് മാവിട്ട് കൊടുത്തു. വീണ്ടും അതുപോലെ തേങ്ങയിട്ട് പഴം ഇട്ട് കൊടുക്കുക. ഇനി മാവിട്ട് അതിൻ്റെ മുകളിലേക്ക് പഴം വെച്ചതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ്. പഴം പ്രത്യേകം പുഴുങ്ങി പുട്ടിനോടൊപ്പം കഴിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിരിക്കും ഇതുപോലെ പുട്ടിനോടൊപ്പം തന്നെ പഴവും പുഴുങ്ങുന്നത്. 2 കുറ്റിയിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. 2 കുറ്റിയിലെടുത്തിട്ട് മാവ് അധികം വന്നു. അത് ആ 1 ഗ്ലാസ് മാവ് രണ്ടാമത് എടുത്തതിൻ്റെതാണ്. ഇനിയും പുട്ടുകുടം അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം തിളച്ചിട്ടിട്ട് അതിലേക്ക് കുറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. കുറ്റി വെച്ച് ഹൈ ഫ്ലെയിമിൽ സ്റ്റൗ വയ്ക്കുക. നല്ലപോലെ കുറ്റിയിൽ നിന്ന് ആവി വന്നതിന് ശേഷം സ്റ്റൗ സിമ്മിലാക്കുക. സ്റ്റൗ സിമ്മിലാക്കി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പുട്ട് റെഡി ആയിട്ടുണ്ടാകും. ഇപ്പോൾ സിമ്മിലാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പഴമെല്ലാം നല്ലപോലെ വെന്ത് പുട്ടിൽ ചേർന്നിട്ടുണ്ടാവും.
രണ്ട് കുറ്റിയെന്ന് അതുപോലെ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.